വയനാട് ഉരുൾപൊട്ടലിൽ നിന്ന് 2 മൃതദേഹങ്ങളും രണ്ട് ശരീരഭാഗങ്ങളും കൂടി കണ്ടെത്തി. ചാലിയാറിൽ നിന്നാണ് ഇവ കണ്ടെത്തിയത്. അഗ്നിരക്ഷാസേനയും സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് നടത്തിയ തിരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പുഞ്ചിരിമാട്ടം മുതൽ മുണ്ടക്കൈ, ചൂരൽമല, മേപ്പാടി പഞ്ചായത്തിലെ ഭാഗങ്ങളിൽ പരിശോധന നടന്നു. തിരിച്ചറിയാത്തവരുടെ മൃതദേഹങ്ങളുടെ സംസ്കാരം നടത്തി. മിഥുൻ മുരളി ചേരുന്നുണ്ട് പുത്തുമലയിൽ നിന്ന്. മിഥുൻ, എന്തായാലും ഇന്നത്തെ തിരച്ചിൽ വൈകുന്നേരത്തോടെ അവസാനിപ്പിച്ചിരുന്നു. നാളെയും തിരച്ചിൽ തുടരും എന്നുള്ളത് തന്നെയല്ലേ? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇനി റഡാർ സിഗ്നൽ പ്രകാരം മനുഷ്യ ശരീരങ്ങളുടെ സാന്നിധ്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്ന മേഖലകൾ, കടാർ നായകൾ, മനുഷ്യ ശരീരത്തിന്റെ സാന്നിധ്യം ഭൂമിക്കടിയിൽ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്ന സൈക്കിളുകൾ, ഈ മേഖലകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസമായി ഇത്തരത്തിൽ തന്നെ മനുഷ്യ ശരീരങ്ങൾ മണ്ണിനുള്ളിൽ ഉണ്ടെന്ന സൂചനകൾ ലഭിക്കുന്ന ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ആഴത്തിലുള്ള കുഴികളൊക്കെ എടുത്തുകൊണ്ടുള്ള തിരച്ചിലായിരുന്നു നടന്നുകൊണ്ടിരിക്കുന്നത്. സമാനമായ രീതിയിൽ തന്നെ നാളെയും തിരച്ചിൽ തുടരും. ഒപ്പം തന്നെ വനമേഖലയിലും ഇന്ന് വ്യാപകമായ തിരച്ചിൽ നടത്തിയിരുന്നു. 12 സംഘം പ്രത്യേക പരിശീലനം കിട്ടിയ സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു ദൗത്യമായിരുന്നു സൺറൈസ് വാലിക്ക് സമീപത്തു നിന്നുള്ള വനമേഖലയിൽ ഏകദേശം 7 കിലോമീറ്റർ ദൂരത്തിൽ നടത്തിയത്. സൂചിപ്പാറ സൺറൈസ് വാലിയിൽ നിന്നും ഒരു മൃതശരീരഭാഗവും ഇന്ന് കിട്ടിയിട്ടുണ്ട്. ആകെ 4 മൃതശരീരഭാഗങ്ങളും ഒരു പൂർണ്ണ മൃതശരീരവുമാണ് ഇന്ന് നടത്തിയ തിരച്ചിലിൽ ലഭിച്ചത്. പൂർണ്ണ മൃതശരീരഭാഗം മലപ്പുറം നിലമ്പൂർ ചാലിയാർ പുഴയിൽ നിന്നുമാണ് ലഭിച്ചത്. 6 മൃതശരീരഭാഗങ്ങൾ ഇന്ന് പുത്തുമലയിൽ സംസ്കരിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ 138 ആളുകളുടെ കാണാതായ ആളുകളുടെ ഒരു വിശദമായ വിവരങ്ങൾ അടങ്ങിയ ഒരു പട്ടികയും സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട്. 154 ആളുകളെ കാണാനുണ്ടായിരുന്നു എന്നായിരുന്നു നേരത്തെ വയനാട്ടിൽ പ്രവർത്തിക്കുന്ന മന്ത്രിസഭ ഉപസമിതി അറിയിച്ചിരുന്നത്. അത് പക്ഷേ 138 ആളുകളുടെ പട്ടികയിലേക്ക് ഒതുങ്ങിയിട്ടുണ്ട്. ആളുകളുടെ വിശദമായ വിവരങ്ങളും ഫോട്ടോയും സഹിതമുള്ള പട്ടികയാണ് ഇങ്ങനെ പുറത്തുവിട്ടിരിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിലും വ്യാപകമായ തിരച്ചിൽ ഉണ്ടാകും. 6 മേഖലകളായി തിരിച്ചുകൊണ്ടുള്ള തിരച്ചിൽ പുരോഗമിക്കുന്നുണ്ട്. സന്നദ്ധ സംഘടനകളുടെയും ഫയർഫോഴ്സ്, അഗ്നിരക്ഷാസേന എന്നിവരുടെ നേതൃത്വത്തിൽ വ്യാപകമായി പല മേഖലകളിലും തിരച്ചിൽ നടത്തുമ്പോൾ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ഈ റഡാർ സിഗ്നലുകളും കടാർ നായകളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ മേഖലകളും കേന്ദ്രീകരിച്ചിട്ടുള്ള ആഴത്തിൽ കുഴികൾ എടുത്തിട്ടുള്ള തിരച്ചിലാണ് നാളെയും തുടരുക. എന്നാണ് ദൗത്യം അവസാനിപ്പിക്കുന്ന കാര്യത്തിൽ വ്യക്തമായ ഒരു തീരുമാനം ഉണ്ടാകാത്ത സാഹചര്യത്തിൽ പരമാവധി മൃതദേഹങ്ങൾ കണ്ടെത്തുക എന്നത് തന്നെയാണ് ദൗത്യത്തിലെ പ്രധാന ലക്ഷ്യം. മിഥുനാണ് വിവരങ്ങൾ നൽകിയത്.